വെൽക്കം ബാക്ക് ടു ഹീൽ ബ്ലോഗ്സ്. അപ്പം ഇതാണെന്ന് തോന്നുന്നു FC മൊബൈലിനെ കുറിച്ചുള്ള ഫസ്റ്റ് വീഡിയോ. അപ്പം നമുക്ക് ഇച്ചിരി സ്പീഡാക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിവിഷൻ അറൈവൽസ് കളിക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ടീം കാണിക്കാം. എൻ്റെ റൈറ്റ് ബാക്ക് അലക്സാണ്ടർ അർണോൾഡാണ്. ആൻഡ് ഫിസിക്കൽ 93, ഡിഫെൻഡിങ് 102, ഡ്രിബ്ലിംഗ് 91, പാസിംഗ് 102, പേസ് 94. എനിക്കിത് എന്തായാലും ഒരു ബേസ് കാർഡാണ്. പക്ഷേ എൻ്റെ ഒപ്പീനിയന് നമുക്കൊരു ആവറേജ് നമ്മുടെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും നല്ലത്. നല്ല ഡിഫെൻഡിങ് ഒക്കെയാണ്. പിന്നെ ഉപ്പമിക്കാനോ എന്നാണ് എൻ്റെ സെൻറ്റർ ബാക്കിൻ്റെ പേര്. അവൻ്റെ ഫിസിക്കല് 120 ആണ്, ഡിഫെൻഡിങ് 118, ഡ്രിബ്ലിംഗ് 97, പാസിംഗ് 88. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനായിരിക്കും ഏറ്റവും വില കൂടുതലാണ്. ഞാൻ മറ്റേ പാക്കായിരുന്നു ഓപ്പൺ ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ നമുക്കിത് വിൽക്കുമായിരുന്നു. വിറ്റാൽ നമുക്ക് 2 ബില്യൺ കിട്ടിയേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, അത് പാക്കായിപ്പോയി. അൺട്രേഡബിൾ ആയിരുന്നു. പിന്നുള്ളതാണ് നമ്മുടെ ഡേവിഡ് ലോപ്പസ്. ഇപ്പം ഡിഫെൻഡിങ് 111, ഫിസിക്കല് 107, ഡ്രിബ്ലിങ് 90, പാസിങ് 88, പേസ് 90. ഇതും എൻ്റെ ഒപ്പീനിയൻ നല്ലൊരു കാർഡാണ്. പക്ഷേ കൊള്ളാം. സ്റ്റാമിനയൊക്കെ 4 സ്റ്റാർ ഒക്കെയാണ്. സ്കിൽ മൂവ്സ് അത്ര കൊള്ളത്തില്ല, എന്നാലും സ്റ്റാമിനയൊക്കെ നല്ലതാണ്. പിന്നെ റാങ്കപ്പ് ഒന്നും ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല, ഇനി ചെയ്യണം. പിന്നെ അടുത്ത ലെഫ്റ്റ് ബാക്കാണ്. ലെഫ്റ്റ് ബാക്ക് സാംബ്രോട്ടയാണ്. അപ്പം ഡിഫെൻഡിങ് 120, ഫിസിക്കൽ 98, പേസ് 111. എനിക്കാണെങ്കിൽ ഇത് ഒരു റാങ്കപ്പ് കൂടെ ചെയ്താൽ ഇത് മാക്സ് ആവും. സോ ഇതാണ് കാർഡ്. നല്ല ടാക്കിൾ ചെയ്യും ഈ കാർഡ്, അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സെൻറ്റർ മിഡാണ്. ഹേ എന്നാണ് പേര്. സോ ഡിഫെൻഡിങ് 96, ഫിസിക്കൽ ഇച്ചിരി ലോ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു റാങ്കപ്പ് ചെയ്തു, പക്ഷേ ഫുള്ളാകുമ്പോഴത്തേനും നല്ലതാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രിബ്ലിംഗ് 105, പാസിംഗ് 117, ഷൂട്ടിംഗ് 86, പേസ് 97. ഏകദേശം നല്ലൊരു കാർഡാണ്. പിന്നെ അടുത്തത് നമുക്ക് ക്യാമുണ്ട്. പേസ് 112, ഷൂട്ടിംഗ് 125, പാസിംഗ് 114, ഡ്രിബ്ലിംഗ് 126, ഫിസിക്കൽ 86. ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ അർജൻറ്റീനിയൻ ലെജൻഡ് മറഡോണ. എൻ്റെ ഒപ്പീനിയന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ നിയോൺ കാർഡിനേക്കാളും നല്ലതെന്നല്ല, എനിക്ക് തോന്നുന്നു നല്ലൊരു കാർഡായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് ചലഞ്ച് മോഡിൽ കിട്ടുകയാണ്. പക്ഷേ നല്ല കാർഡാണിത്. പ്ലേ മേക്കർ, ഒത്തിരി ട്രേഡ്സ് ഉണ്ട്. എനിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ക്യാം നോക്കുമ്പോൾ അന്നൊക്കെ ആയിരുന്നെങ്കിൽ ക്യാം നല്ല അല്ലാത്തവരായിരുന്നെങ്കിൽ നമുക്ക് മറഡോണ എടുത്താൽ മതിയായിരുന്നു. നല്ല കാർഡ് തന്നെ, ഷൂട്ടിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ അടുത്താണ് ഗലാഗർ, സെൻറ്റർ മിഡാണ്. എനിക്ക് തോന്നുന്നു ഈ കാർഡിനാണ് ഒന്ന് ഇച്ചിരി സ്റ്റാറ്റ്സ് ഒക്കെ കുറവ്. ഡിഫെൻഡിങ് 100, ഫിസിക്കൽ 101, പേസ് 95, ഷൂട്ടിങ് 86, പാസിങ് 94. എനിക്ക് വലിയ നല്ല കാർഡായിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ റൈറ്റ് വിങ്, എനിക്ക് എപ്പോഴും ഈ പ്ലെയറിൻ്റെ പേരെനിക്ക് മറന്നുമല്ല, പേരിൻ്റെ പ്രൊനൗൺസിങ് എനിക്ക് എപ്പോഴും തെറ്റിപ്പോവും. ഇതിന് സ്റ്റാമിന 5.5 ആണ്, സ്കിൽ മൂവ്സ് 4, പേസ് 113, ഷൂട്ടിങ് 105, പാസിങ് 94, ഡ്രിബ്ലിംഗ് 117, ഫിസിക്കൽ 91. പിന്നെ ലെഫ്റ്റ് ഫുട്ടാണ് 5 സ്റ്റാർ. പിന്നെ സ്ട്രൈക്കർ ഹാളൻഡ്,
ഞാൻ ഇനി ഈ കാർഡിനി മാറ്റണം എനിക്ക്. പക്ഷേ ഇത് നല്ല കാർഡാണ്. 108 പേസ്, 117 ഷൂട്ടിങ്, 85 പാസിങ്, 95 ഡ്രിബിളിങ്, 105 ഫിസിക്കല്. എനിക്ക് തോന്നുന്നത് നല്ല കാർഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് സ്മിത്ത് റോ, ലെഫ്റ്റ് വിങ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പൊസിഷൻ 3 ഉണ്ട്. ലെഫ്റ്റ് വിങ് ഉണ്ട്, ലെഫ്റ്റ് മിഡ് ഉണ്ട്, ക്യാം ഉണ്ട്. പേസ് 134, ഷൂട്ടിങ് 112, പാസിങ് 103, ഡ്രിബിളിങ് 133, ഫിസിക്കൽ ഇച്ചിരി ലോയാ. പക്ഷേ ഫുൾ റാങ്ക് അപ്പൊക്കെ ചെയ്താലും ഇച്ചിരി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേസ് എന്തായാലും നല്ലതാണ്, 134 ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒന്ന് ട്രെയിനോടൊന്ന് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതാണ് എൻ്റെ ടീം. ഞാൻ എൻ്റെ ഗോൾ കീപ്പറിനെ കാണിച്ചില്ല. ഗോൾ കീപ്പർ PSG ലെജൻഡായിട്ടുള്ള നമ്മുടെ ഡൊണറുമയാണ്. എന്തായാലും ഇത് നല്ലൊരു കാർഡാണ്. ഇതൊത്തിരി ഷൂട്ടും എല്ലാം സേവ് ചെയ്തിട്ടുണ്ട്. ഡൈവിങ് 133, പൊസിഷനിങ് 126, ഹാൻഡ്ലിങ് 111, റിഫ്ലക്സസ് 133, കിക്കിങ് 98, ഫിസിക്കൽ 94. എൻ്റെ ഒപ്പീനിയൻ നല്ലൊരു കാർഡാണ്. പിന്നെ നമുക്കുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇസ്കോ 105ൻ്റെ ക്യാമാണ്. ഞാൻ ഇതിനെ വലുതായിട്ട് റാങ്ക് അപ്പോ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇത് വലുതായിട്ട് ഉപയോഗിക്കാറുമില്ല ഇതിനെ. പിന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇച്ചിരി കൂടിയ കാർഡ് കിട്ടിയുണ്ടെങ്കിൽ കിട്ടുന്നേ ഉള്ളൂ. അടുത്ത ബെക്കാമാണ്, റൈറ്റ് മിഡാണ്. പക്ഷേ അത്ര നല്ല സ്റ്റാറ്റ്സ് ഒന്നും അല്ല. പക്ഷേ ഫിസിക്കലും ഡിഫെൻഡിങ്ങും ഒന്നും വലിയ ഇതില്ല. പക്ഷേ പാസിങ്ങും ഡ്രിബിളിങ്ങും ഒക്കെ ആവശ്യത്തിനുണ്ട്. അത്രേ ഉള്ളൂ. അപ്പം നമുക്കൊരു ഹെഡ് കളിച്ചിട്ട് വരാം. ഓക്കെ, ഇതാണ് എൻ്റെ ആദ്യത്തെ FC മൊബൈലിൻ്റെ വീഡിയോ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ നെറ്റ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ട് ഞാൻ അൺറാങ്ക് കളിക്കുകയാണ്. അടുത്ത വട്ടം ഞാൻ ശരിയാക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി മിക്കവാറും FC മൊബൈലിൻ്റെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. ലോഡിങ് ആണ്. ഒരു ഒപ്പോണൻ്റ് വന്നു. ഒപ്പോണൻ്റ് അത്യാവശ്യം സ്ട്രോങ് ആണ്. എന്നാലും OVRലല്ലല്ലോ കാര്യം, ഗെയിം പ്ലേയിലല്ലേ. അപ്പം നമുക്ക് കളിച്ച് നോക്കാം, ജയിക്കാം. അവർക്കും അതേ ഇത് തന്നെയാണ് റേറ്റിംഗ്, 105. സ്ട്രൈക്കർ റൊണാൾഡോ ആണ്. കളി തുടങ്ങി. മെക്കാനോ, മർഡോണ, ഹാളൻഡ്. അത് ക്ലോസ് ആയിരുന്നു. എടുക്കൂ. താങ്ക് യു. ട്രിപ്പിൾ ചെയ്യാൻ നോക്കിയാണ്. പക്ഷേ എനിക്കൊന്നും അറ്റാക്ക് ചെയ്യാനല്ല. മറഡോണയ്ക്ക് കിട്ടിയ ബോള്. മറഡോണ ഡിഫൻഡിൽ ട്രിപ്പിൾ ചെയ്യുന്നുണ്ട്. ഡിഫെൻഡ്. നോ, ഡേവിഡ് ലോപ്പസ്. It was a goal. No. ഞാൻ വിചാരിച്ചു അത് ഉപമിക്കാനോ കയറുമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഷോട്ടിൽ. നമുക്കൊരു കംബാക്ക് അടിക്കാം.
സോ ഗൈസ് നമ്മൾ കംബാക്ക് അടിച്ച് വരികയാണ്. നോ ജാവോ ക്യാൻസലോ. നോ 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 നോ. എൻ്റെ പ്ലെയേഴ്സിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ഇച്ചിരി ബാഡാണ്, പക്ഷേ ആവശ്യത്തിന് പറ്റും. യാ മഡോണ. നോ, അവർ നല്ലോണം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും കംബാക്ക് അടിക്കണം. നമ്മൾ ഈ കളി തോറ്റാൽ നമ്മൾ ഒരു കളിയൂടെ കളിക്കുന്നതാണ്. ഡേവിഡ് ലോപ്പസ്. എനിക്ക് തോന്നുന്നത് നല്ലൊരു ഒപ്പീനിയൻ ആയിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അവിടുന്ന് ഷൂട്ട് അടിച്ചതേ. സോ നോ, എന്താ ബ്രോ ചെയ്തേ? മിസ് പാസ്സായി പോയില്ലേ? യാ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഹാഫിൽ വലിയ നല്ലോണം കളിക്കാൻ പറ്റിയില്ല. സെക്കൻഡിൽ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ പ്ലെയർ ആവരുന്നാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി നമുക്ക് ഡിഫെൻഡ് ചെയ്യണം മാക്സിമം. ഞാൻ ഷൂട്ടടിക്കാൻ നോക്കിയാണ്. അയ്യോ, അത് ഇടയ്ക്ക് കയറി വന്ന് ഡിഫെൻഡ് ചെയ്തു. ഷൂട്ടടിക്കാൻ ഇച്ചിരി പാട് വരുന്നുണ്ട്. അയ്യോ, ജസ്റ്റ് മിസ്സായിരുന്നു. ഒരു ഇച്ചിരി കൂടെ ഒന്ന് പുറത്തോട്ടായാലും ഇത് ഗോളായിരുന്നു. കക്ക. അയ്യോ, ഹാളണ്ട് എന്തോ ചെയ്തേ? നോക്കി കളിക്കും. ഡെൽ പിയറോ, ഐക്കോൺ, യാ സാംബ്രോട്ട. നോ പ്രിൻഡോ. മഡോണ. യാ മഡോണ. അയ്യോ, മഡോണ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നതിന് മുമ്പ് ഒരു ഗോൾ അടിച്ചിട്ട് പോകും. യാ അയ്യോ, ഞാൻ വിചാരിച്ചത് മഡോണ കൊണ്ട് അടിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. ഐ തിങ്ക് നമ്മൾ ഈ കളി തോറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി ഫോർ ദാറ്റ്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഓവറിലല്ല കാര്യം, ഗെയിം പ്ലേയിലാണ്. റൊണാൾഡോ സ്കോർ. റൊണാൾഡോ സ്കോർ. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, തോറ്റു. നമുക്ക് എന്തായാലും ഒരു കളിയുടെ കളിക്കാം. എന്തായാലും നമ്മൾ തോറ്റു, അത് ഉറപ്പാണ്. നോ പ്രോബ്ലം ഗൈസ്. അടുത്തതും തോറ്റാൽ നമ്മൾ അടുത്ത കളി ജയിച്ചിരിക്കും. ഭയങ്കര ടീമാണല്ലോ ഗൈസ്. 108, 107. അപ്പം ഇച്ചിരി കൂടിയ ടീമാണ്, ബട്ട് ട്രൈ. ഗുഡ് ടീം. കുഴപ്പമില്ല.
ഡിഫെൻഡ്. ഹേയ് ഹാലൻഡ് പാസ്. Oh, that's a goal. Back you word of that. Oh, that was bad. Bro, what was that? നമ്മളെ ഡിസ്ട്രോയ് ചെയ്തു ഗൈസ്. നമ്മളെ ഡിസ്ട്രോയ് ചെയ്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ട്രോളാണ് ഗൈസ് അടിച്ചത്. നമ്മളെ ഡിസ്ട്രോയ് ചെയ്തു. ഞാൻ തംസപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കാം. എന്തായാലും ഒരു വലിയൊരു ടീമിൻ്റെ അടുത്തല്ലേ കളിക്കുന്നത്. ശ്രമിച്ച് നോക്കാം. ബെക്കാം നോ. സോക്രട്ടസ് അത് കൂടിയ കാർഡാണ് ഗൈസ്. എൻ്റെ പ്ലേയേഴ്സിന് അതിൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് പോലും പറഞ്ഞൂടാ. സോ ഡു ഇറ്റ്. What just happened? യോ മറോണ ഒന്ന് ബോളിനെ നോക്കിയേക്ക് ബ്രോ. റഫീനിയ. സാംബ്രോട്ട. എന്തുവാ സാംബ്രോട്ട ചെയ്തേ? ഡേവിഡ് ലോപ്പസ്. നോ. സോക്രട്ടീസ്. Do it. Grimaldo. No. Grimaldo. എനിക്ക് തോന്നുന്നു. ഗോ. ഡിഫൻസ് ആയിരുന്നത്. ഡേവിഡ് ലോപ്പസ്. സാംബ്രോട്ട. റഫീനിയ. നോ. അമേസിംഗ് സേവ്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഹാഫ് എങ്ങനെയും ജയിക്കണം. ഇങ്ങനെ തോക്കാൻ പറ്റത്തില്ല. ഷൂട്ട്. അതൊക്കെ എന്തോ പറ്റിയ. ഡേവിഡ് ലോപ്പസ്. No. Arona. Rainbow. No. ഫലിച്ചില്ല ബ്രോ. ഫലിച്ചില്ല. റോൾ ഇച്ചിരി നല്ല കാർഡാണ്. പെനാൽറ്റി. എന്തുവായിരുന്നു? ഞാൻ ഡോണോമേനെ നല്ല പ്ലേസിൽ നിർത്തിയേ ബ്രോ. എന്തുവായിരുന്നു ബ്രോ? ഓക്കെ, ടിക്കറ്റ് ആക്കാം. ഒരു ട്രയാങ്കിൾ ലെവലിൽ പോ. ഓക്കെ, പാസ് ബ്രോ. ഇവരുടെ ഡിഫൻസ് എല്ലാം കറക്റ്റ് കയറി വരുന്നു ബ്രോ. അതാ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാതെ. പക്ഷെ നമ്മുടെ ഡിഫൻസ് പൊസിഷനിങ് ഇല്ല. മിക്കാനോ ഗ്രേറ്റ് ജോബ്. that was a great. David Lopez, thank you. No, Maradona, Gallagher, Haaland, Stam. No. ഇതൊന്നും പറ്റില്ല പോലെ ചെയ്യാൻ ബ്രോ. അവർ വന്നു കഴിഞ്ഞു ബ്രോ. Go. Space. No. നമ്മുടെ കയ്യിൽ തന്നെ കിട്ടിപ്പോ. No
വാട്ട് വാസ് ദാറ്റ് ബ്രോ? നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല ബ്രോ. എനിക്ക് രണ്ട് കളിയിലും കിട്ടിയത് നല്ല പ്ലേയേഴ്സിനെയാണ് എൻ്റെ ഒപ്പോണൻസ് ആയിട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ഇത് വന്നത്. അതായത് എന്നേക്കാളും ഒന്നുകൂടെ എക്സ്പീരിയൻസും ഗെയിം പ്ലേയും ഉള്ള ആൾക്കാരെയാണ് എനിക്ക് കിട്ടിയത്. ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റിയ ആൾക്കാരും വരും. ഞാൻ പക്ഷേ പണ്ട് ഒത്തിരി 110-ൻ്റെ കൂടെ കളിച്ചിട്ട് വരെ ഞാൻ ജയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഗെയിം പ്ലേയിലാണ് കാര്യം, ഓവിയാറിലല്ല. ഒരൊറ്റ ഗോളേ പക്ഷെ അന്ന് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് എൻ്റെ ഇതെടുത്ത് നോക്കുമായിരുന്നെങ്കിൽ ഞാനായിരുന്നു കൂടുതൽ ഷൂട്ടും അങ്ങോട്ട് അടിച്ചത്. പൊസഷനും ഞങ്ങൾക്കായിരുന്നു ബ്രോ. ഇതും അതുപോലത്തെ ആണല്ലോ ബ്രോ. ബ്രോൻ്റെ ഇൻ്റർനെറ്റ് എനിക്ക് ഇച്ചിരി സിമ്പിളായിരിക്കും. ഒന്ന് പീസ് ബാക്ക്. നമ്മുടെ ത്രോ അല്ലേ? ആണ്. ഓക്കെ, പാസ്. അടി ഉണ്ടോ? ഇറ്റ്സ് എ ഗോൾ. 7th മിനിറ്റിൽ മറഡോണയുടെ ഷൂട്ട്. ദാറ്റ്സ് ഇറ്റ് ബ്രോ. അവൻ സ്കിപ്പ് അടിച്ച് കളഞ്ഞു ബ്രോ. നോ, എൻ്റെ ഒപ്പോണൻ്റ് സ്കിപ്പ് അടിച്ച് കളഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുന്നില്ല. ഓക്കെ, പാസ്. വാട്ട് ആർ ഡൂയിങ് ബ്രോ? പാസ് ചെയ്യേ. ബ്രോ സാൻഗോ ബ്രോ, അതാ ഒരൊറ്റ ഡിഫൻഡറിൻ്റെ കുഴപ്പമായിരുന്നു ബ്രോ. അത് നീ ആ ഒറ്റ ഡിഫൻഡറിൻ്റെ കുഴപ്പമായിരുന്നു. ആ ഡിഫൻഡർ പാസ് കൊടുത്തില്ല. ഗുഡ് ബ്രോ. ബ്രോ, ഞാൻ ഈ സൈഡിലോട്ട് കയറുമ്പോഴാണ് ബ്രോ ഇവർ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുത്തുകൊണ്ട് പോകുന്നേ. നോ. ഗോൾ ബ്രോ. ആ ഗോൾ കീപ്പറിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. മാർട്ടിനസ് അല്ലായിരുന്നു? മാർട്ടിനസ് അവിടെ ഒന്നും ചെയ്യാതെ നിന്നു ബ്രോ. മാർട്ടിനസിന് ഒരു ചോയ്സും ഇല്ലായിരുന്നു. ബ്രോ, we are winning this game. We are winning this game. Marona, what did you just do? I think അവരിനി ഗോൾ അടിക്കുമെന്നാണ് ഗൈസ് തോന്നുന്നത്. അവരുടെ കംബാക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോ പറഞ്ഞാലോ ബ്രോ. എനിക്ക് തോന്നുന്നു അവൻ്റെ പാസിങ് എനിക്ക് ഇച്ചിരി കൂട്ടണമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. സ്മിത്രോ ബ്രോ, നിനക്ക് നല്ല ഫിസിക്കലുണ്ട് ബ്രോ. ഫിസിക്കലല്ല ബ്രോ, പേസ് ബ്രോ. അത് ജസ്റ്റ് മിസ്സാണ്. അവനെൻ്റെ പേസും ഉണ്ട്, ഡ്രിബിളിങ്ങും സൂപ്പറാണ് ബ്രോ. പക്ഷേ എന്തുവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബ്രോ അവന് ഫിസിക്കലില്ല. അത് തന്നെ ബ്രോ, അവന് ഫിസിക്കലില്ല. അതാണ് ബ്രോ കാരണം. അതൊക്കെ എനിക്ക് തോന്നുന്നു എന്തോത്തിനായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നത്. അതൊക്കെ എന്തിനായിരുന്നു അവിടെ വെച്ചുള്ള ഷൂട്ടൊക്കെ? ഹാഫ് ആണല്ലോ ബ്രോ. കൊണ്ടുപോയി അടിക്കാൻ പറ്റുമായിരുന്നേ കൊള്ളായിരുന്നു. ഗൈസ്, ഇനി നമുക്ക് പവറാണ്. പവർ അങ്ങോട്ട് ചെയ്യുന്നു. അത്രേ
അത് അവിടെ കൊണ്ടടിച്ചായിരുന്നെങ്കിൽ അത് ഗോൾ കീപ്പറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിൻ്റെ കൂട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിൽ ആരോ വന്നെന്ന് വിചാരിച്ചത്. അത് ഞാൻ അവിടെ വെച്ച് തന്നെ ഷൂട്ട് അടിച്ചത്. പക്ഷെ അത് വേണ്ടായിരുന്നു. ഗുഡ് സേവ്. നിക്കോ വില്യംസിനെ ഇറക്കിയോ? വാണ്ടയ്ക്കാണേ, സൂക്ഷിച്ചോണേ. വാണ്ടയ്ക്കുണ്ട്. അവർ ഫ്രീ കിക്ക് ഞാൻ കൊടുക്കണം. എന്തുവായിരുന്നു? I destroy everyone. Sambrota. എല്ലാരും ഡിസ്ട്രോയ് ചെയ്തിരുന്നല്ലോ. മറഡോണ നിക്കോ വില്യംസിനെയൊക്കെ 2 വട്ടം ഡിസ്ട്രോയ് ചെയ്തു. സ്റ്റാമിനെയൊക്കെ 3 വട്ടം കൊണ്ടൊക്കെ ചെയ്തിപ്പോ. നെറ്റ് ബ്രോ, ഞാൻ പറഞ്ഞ എൻ്റെ ഇൻ്റർനെറ്റ് ഇച്ചിരി സ്ലോ ആണ്. അവർ ഗോൾ അടിച്ചു ബ്രോ. എനിക്ക് തോന്നുന്നത് ബ്രോ ഹാക്കറായിരുന്നാണ് ബ്രോ എനിക്ക് തോന്നുന്നേ. അവർ ഗോൾ അടിച്ചപ്പോൾ അത് സെറ്റായി ബ്രോ. അതെന്തോ ഒരു സസ്പീഷ്യസ് ഉണ്ട് കേട്ടോ. എന്തോ ഒരു സസ്പീഷ്യസ് ഉണ്ട്. എൻ്റെ നെറ്റിൻ്റെ ആണ് ഗൈസ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു. ഗോൾ കം ബാക്ക്. ഞാൻ പറഞ്ഞില്ലേ കം ബാക്ക്. ഇറ്റ്സ് എ കം ബാക്ക് ബ്രോ. വാണ്ടയ്ക്കിൻ്റെ മിസ്റ്റേക്കായിരുന്നു ബ്രോ. അത് ഗോൾ കീപ്പർ കറക്റ്റ് ഇടത്തായിരുന്നു നിന്ന്. പക്ഷേ അത് വാണ്ടയ്ക്കിൻ്റെ ദേഹത്തട്ടി ഗോൾ കീപ്പർ പ്രതീക്ഷിക്കാത്ത ഇടത്തോട്ട് പോയി. അതാ ബ്രോ പറ്റിയേ. നമ്മൾ 2 കളി തോറ്റു. സോറി അബൌട്ട് ദാറ്റ്. എനിക്കിനി ഒത്തിരി എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ നെറ്റ് സ്ലോ ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ റൈറ്റ് ഇപ്പോൾ കണ്ടു കാണും. സോ താങ്ക് യു ഗായ്സ്. അപ്പം നമ്മുടെ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ബൈ.